ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം. Philippians മൂന്നാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ വായിക്കാം. chapter 3 verse 10 and 11. അപ്പോസ്തലനായ പൗലോസിന്റെ അതിശ്രേഷ്ഠമായ ഒരു ആഗ്രഹമാണല്ലോ നാം തുടർമാനമായി ചിന്തിച്ചു വരുന്നത്. We have been thinking about the great desire of Apostle Paul. വല്ലവിധേനയും മരിച്ചവരുടെ നിന്ന് എനിക്കൊരു പുനരുത്ഥാനം വേണം. I want to resurrection from the dead. അതിന് ഞാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ് സഭയുടെ അടിസ്ഥാന ഉപദേശമായി നാം ചില ആഴ്ചകളായി ചിന്തിക്കുന്നത്. For many weeks we've been thinking about the fundamental doctrines of the church. പരിശുദ്ധാത്മാവ് നിയോഗം തരുന്നതുവരെ ഞാൻ ഈ പ്രസംഗം തുടർന്നുകൊണ്ടേയിരിക്കും. Until the Holy Spirit guides me, I will continue to speak on this. അതിന്റെ 3-ാം അധ്യായത്തിന്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു. Chapter 3 verse 7 onwards we read like this. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തമാണ് ഞാൻ സകലതും ചവറന്നും ചപ്പന്നും എണ്ണിയത്. It is because of the greatness of surpassing greatness of knowing Christ that I consider everything a loss. എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. I have a great desire. എന്റെ ആയുസ് ഇവിടെ കൊണ്ട് ഒതുങ്ങി തീരരുത്. My life should not end with this on earth. ഞാൻ മരിച്ചാലും Even if I die, മരണമില്ലാത്തൊരു നാട്ടിലേക്ക് എനിക്ക് കടന്നു പോകണം. I want to go to a place where there is no death. നിങ്ങൾ ഒരു പക്ഷേ എന്റെ ശവം ഇവിടെ അടക്കിയേക്കാം. My dead body might be buried here. എനിക്ക് വേണ്ടി വിലാപഗീതങ്ങൾ പാടിയേക്കാം. You might sing songs of lamentation. എന്നെക്കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞേക്കാം. You might say good things about me. പക്ഷേ അതല്ല എന്റെ പ്രത്യാശ. But that is not my hope. ഇതിനപ്പുറത്ത് എനിക്കൊരു ജീവിതമുണ്ട്. Greater than this, there is something on the other shore. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ എന്നെ കണ്ടുമുട്ടിയ ക്രിസ്തുവിനെ, The Lord Jesus who found me on the road to Damascus. മുഖാമുഖമായി നിത്യതയോളം കണ്ടവനെ ആരാധിക്കുന്ന ഒരു ദിവസം എനിക്കുണ്ട്. There will be a day when I see him face to face and worship അതാണ് him. എന്റെ ഭാഗ്യകരമായ പ്രത്യാശ. That is my blessed hope. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഭൂമി ജീവിക്കുന്നത്. That is why I live on this earth. അവിടെ പോകാൻ ഒരുങ്ങാനുള്ള ഒരു സമയമാണ് ദൈവം എനിക്ക് ലോകത്തിൽ തന്നത്. The Lord has given me time to prepare myself on this earth. ഇതൊക്കെ ഞാൻ വിശദമായി അടുത്തുള്ള ആഴ്ചകളിൽ ഓർപ്പിക്കാം. And next week I will go into details. ഈ ഉയർപ്പ് പ്രാപിക്കേണ്ടതിന് ഞാൻ എന്തൊക്കെ ചെയ്യണം? What do I need to have this resurrection? ഞാൻ അവനെ അറിയണം. One, I need to know him. അവനെ എങ്ങനെ അറിയേണ്ടത്? How do I know him? ക്രൂശിൽ മരിച്ച ക്രിസ്തുവിനെ, The Lord Jesus who died on the cross. വിശ്വാസ കണ്ണുകൊണ്ട് കണ്ട്, By faith eyes I need to see him. കൊണ്ട് വിശ്വസിച്ച്, by believing him in my heart ഹൃദയം കൊണ്ട് ഏറ്റുപറഞ്ഞ്, and confessing him with my lips. യേശുവിന്റെ മരണം നമ്മുടെ ആത്മാവിലേക്കും ശരീരത്തിലേക്കും നാം ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് നാം യേശുവിനെ അറിയുന്നത്. We take on the death of Christ into our body and transfer it. That's how we know him. നാം യേശുവിനെ അറിഞ്ഞുവെന്ന്, to know Jesus, മറ്റുള്ളവരുടെ മുമ്പാകെ, in front of others, പരസ്യമായി സാക്ഷിക്കേണ്ടതിന്, so that we could be a public testimony, അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്, so that we can walk in the newness of life. യേശുവിന്റെ കൽപ്പനയായ ജലസ്നാനം നമ്മേക്കുന്നു. We have the commandment of water baptism. ആ നാം us ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാനുള്ള കൃപയുടെ ജ്വലനത്തിനായി, in order to walk in the newness of life and receive that grace, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയായ, by the power of his resurrection, പരിശുദ്ധാത്മാവെന്ന ആളത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തിട്ട്, the third and Trinity Holy Spirit is given into our lives. നദിയിൽ കൂടി നീന്തി നടക്കുന്ന ഒരു ജയകരമായ ക്രിസ്തീയ ജീവിതം, victorious Christian life that is going through the river of the Holy Spirit, അതിജീവിക്കുവാൻ നമ്മെ കരുത്തരാക്കി മാറ്റുന്ന ആത്മാവിന്റെ പുതുക്കത്തിന്റെ ജീവിതം, a newness of life that is able to enable us to face anything in this world. പൗലോസ് നമ്മോട് പറയുന്നത്, this morning Apostle Paul is telling us, അടുത്ത ഭാഗമാണ്, the next portion, എനിക്കറിയണം, I want to know, അവന്റെ കഷ്ടങ്ങളുടെ കൂട്ടായ്മ എനിക്ക് അനുഭവിച്ചറിയണം. I want to know the fellowship of sharing in his suffering. ഇതാണ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. This is what I'm talking to you this morning about. കഷ്ടം അറിയണമെന്നല്ല, not to know the suffering, എനിക്ക് കുറച്ച് കഷ്ടം സഹിക്കണമെന്നല്ല, not that I want to go through some suffering. യേശുവിന്റെ കഷ്ടങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയണം. I want to experience the fellowship of sharing in my Jesus' sufferings. വായിച്ചറിയണമെന്നല്ല, not read it and understand it. നമുക്കത് ഇഷ്ടമാണ് വായിച്ചറിയുന്നത്. We all want to read only about it. കർത്തൃമേശയുടെ സമയത്ത് യെശയ്യാ 53 വായിച്ചാൽ സന്തോഷം. We want to read Isaiah in the time of the Lord's table. നല്ല സാഹിത്യ രീതിയിൽ പറഞ്ഞു തന്നാൽ അതും നല്ലതാ. It is great to have great literary sayings. എനിക്ക് പുസ്തകത്തിൽ വായിച്ചറിയണമെന്നല്ല. Paul is saying, no, I don't want the book knowledge. ആരെങ്കിലും പറയുന്നത് കേട്ടറിയണമെന്നല്ല. I don't want
somebody else's യേശു testimony. അനുഭവിച്ച ഘട്ടങ്ങൾ എനിക്ക് അനുഭവിച്ചറിയണം. I want to experience the pain that Jesus went through in my body. ഈ ഒരു നിലവാരത്തിലേക്ക് ഇന്ന് പകൽക്കാലം നാം എത്തണം. We need to come to that new experience. നല്ലൊരു ഉയർപ്പ് പ്രാപിക്കണമെങ്കിൽ, We need to have a good resurrection. നിത്യതയ്ക്ക് ഓഹരിക്കാരാകണമെങ്കിൽ, We need to have that യേശുവിന്റെ partakers. കഷ്ടങ്ങളുടെ കൂട്ടായ്മയിൽ നാം പങ്കുള്ളവരാകണം. We need to have an experience in suffering with his sufferings. പൗലോസേ, അങ്ങ് കഷ്ടം അനുഭവിച്ച വ്യക്തിയല്ലേ? Paul, you have gone through many sufferings. യേശു പറഞ്ഞു യോഹന്നാൻ 16:33, John 3, 16:33, 16:33. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, You would have troubles on this earth, പക്ഷെ നിങ്ങൾ ധൈര്യപ്പെട്ടോണം. but you will be strengthened. ഓ, കഷ്ടതയില്ലാത്തൊരു ക്രിസ്ത്യ ജീവിതം ആരും സ്വപ്നം കാണല്ലേ? Nobody even dream of a Christian life without any suffering. ഈ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പലർക്കും മുറിവെക്കുമെന്ന് എനിക്കറിയാം. I know many of you are hurt by these messages. 81 വർഷം ജീവിച്ച ഒരു ദൈവദാസൻ പറഞ്ഞു കേട്ടില്ലേ? 81 years this servant of God had lived. ദൈവവേലയ്ക്ക് പണം കൊടുക്കുമ്പോൾ സൂക്ഷിച്ചേ Be കൊടുക്കാവൂ. careful that who you give money to. വീടോട് വീട് കൂട്ടാനും വയലോട് വയൽ ചേർക്കുവാനും നിങ്ങളുടെ അധ്വാനത്തിന്റെ പണം പോകുവാൻ ഇടയാകരുത്. Oh, don't allow your money to go to waste. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ച കണക്ക്, Just as I said last week, നിങ്ങൾ വിതയ്ക്കുന്ന വിത്ത് വയലിൽ വീഴുന്നെന്ന് ഉറപ്പാക്കണം. the seed that you put down, know that it is going into the field. ഞാൻ ഒത്തിരി സുവിശേഷ യാത്രകൾ ഇന്ത്യ ചെയ്തിട്ടുണ്ട്. I have done missionary journeys there in India. ലൈവ് സ്ട്രീം ആണെന്ന് എനിക്കറിയാം, എന്നാലും കേട്ടോ പറയാൻ പോവുകയാണ്. പ്രൈസ് അനേക വലിയ വലിയ ആൾക്ക് വലിയ നേതാക്കന്മാരുടെ വീട്ടിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. I have lived in great leaders of the church, അവരുടെ പല ആവശ്യങ്ങൾക്കും എന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. and they've used me for many of their ministries. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. There was a time such as that. അത്താഴത്തിന് വറുത്ത മീനില്ലെന്ന് പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കുന്ന നേതാവിനെ എനിക്കറിയാം. I know a leader that got mad for dinner there was no fried fish. വീട്ടിൽ ഭൂകമ്പം ഉണ്ടാക്കിയ എനിക്കറിയാവുന്ന. I know they had made a big deal about it. തൊട്ടപ്പുറത്ത് 100 പേര് പഠിക്കുന്ന ബൈബിൾ സ്കൂളിലല്ലേ കഞ്ഞി മാത്രം കൊടുക്കുമ്പോൾ, At the Bible school everyone is drinking kanji. എന്നാൽ ഞാൻ സഞ്ചരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ മിക്കവാറും ബൈബിൾ കോളേജ് ഞാൻ പോയിട്ടുണ്ട്. I've gone to all the Bible colleges in India. ഒത്തിരി മീറ്റിങ്ങുകൾക്ക് ദൈവദാസന്മാർ കൂടെ താമസിച്ചിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. I have lived with many of these leaders and preached. 300 പേരധികം കുഞ്ഞുങ്ങൾ പഠിക്കുന്നിടത്ത്, More than 300 children studying. തൊട്ടപ്പുറത്ത് 500ഓളം അല്ലെങ്കിൽ ഓർഫനേജ് ഉള്ള 500 orphanages on the other side. കുഞ്ഞുങ്ങളുള്ള Children there. ഇതിനെല്ലാം ചേർന്ന് സ്വന്തം വീടിന് ഒറ്റ അടുക്കള മാത്രമുള്ളത് ഉദയപൂരിൽ ഡോക്ടർ തോമസ് മാത്യൂസിന്റെ വീട്ടിലാണ്. It is only one kitchen for Dr. അനേക Thomas ആഴ്ചകൾ ഞാൻ അവിടെ Matthew. പ്രസംഗിച്ചിട്ടുണ്ട്. I have spoken അവരുടെ there. കൺവെൻഷനിൽ പ്രസംഗിച്ചിട്ടുണ്ട്. I have preached at their convention. എല്ലാം കുക്ക് ചെയ്യുന്നത് ഒരേ അടുക്കളയിലാണ്. There's only one kitchen for all of them. എല്ലായിടത്തും വിളമ്പുന്ന ഒരേ And ആഹാരമാണ്. it is the same food for all the leaders and the children. ഇതൊന്നും നിർബന്ധമാണെന്ന് ഞാൻ പറയുന്നില്ല. I'm not saying this is a must. നാം ചെലവാക്കുന്ന പണത്തിന്റെ കണക്ക് നാം അറിയണം. We need to know where and be accountable for our money. ഇത് കോടതിയിൽ വക്കീലിനെ വെച്ച് കേസ് നടത്താനുള്ള പണമല്ല. This money is not for court cases. ആത്മാക്കളെ ആദായപ്പെടുത്തുവാനുള്ളതാണ്. It is to win souls for Christ. അതിനുവേണ്ടിയുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാകണം. We need to have the boldness for that this morning. അതുകൊണ്ട് വരുന്നവരോടെല്ലാം ചെക്ക് എഴുതുന്നതിന് മുമ്പ് ചോദിക്കരുത് നിങ്ങൾ ഇത് കേസിനാണോ ദൈവവേലയ്ക്കാണോ ചോദിക്കൊന്നും വേണ്ട. Don't ask every pastor that comes, are you using this for a court case? പറച്ചില് കേൾക്കുമ്പോ തമ്മ നമുക്കറിയാം ഇത് We know when they speak what they're using this for. Make sure that you are putting your investment in the right box. Hallelujah. അത് നാം ഒന്ന് ഉറപ്പാക്കണം, അത്ര മാത്രമേ ഉള്ളൂ. Hallelujah. ഹല്ലേലൂയ. യേശു പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. Jesus said you have trouble in this world. പക്ഷെ നിങ്ങൾ ധൈര്യപ്പെടണം. എന്താണെന്നറിയാവോ? But you be bold in നിങ്ങൾക്ക് കഷ്ടം തരുന്ന ലോകത്തെ ഞാൻ ജയിച്ചവനാണ്. because I have won the world that gives you suffering. നിങ്ങൾക്ക് കഷ്ടം തരുന്ന ലോകത്തെ ഞാൻ ജയിച്ചത് കൊണ്ട് നിങ്ങൾ ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടണം. Because I have overcome the world that gives you suffering, be pleased when you get suffering. കഷ്ടതയില്ലാത്തൊരു ക്രിസ്ത്യ ജീവിതം സ്വപ്നം കാണരുത്. Oh, don't even dream of a Christian life without any suffering. ആരെങ്കിലും അങ്ങനെ ഒരു ഓഫർ തന്നാൽ അവരെ വിശ്വസിക്കരുത്. If anybody offers you that, don't believe it. ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന്. Oh, if you come with us, you will have no problem if they say. അവര് പറയുന്നത് ശരിയാണ്. What they say will be true. അവർക്ക് പിന്നെ ഒരു പ്രശ്നമില്ല. They don't have any more problems. നിങ്ങൾക്ക് ആ പ്രശ്നം. You will have problems after problems. പണം ഉണ്ടാക്കാൻ പല വഴികളുണ്ടല്ലോ. There are many ways to make money. പണ്ടൊരാളൊരു പുസ്തകം എഴുതി. Somebody wrote a book in the past. കേട്ടുള്ള കഥ, എന്റെ കഥയല്ല, കേട്ടുള്ള കഥയാണ്. I've heard this story. ആരോ പറയുന്ന കേട്ടുള്ള കഥയാണ്. Somebody said this. എങ്ങനെ പണക്കാരനാകാം? How to be rich. ഈ ബസ്സിലൊക്കെ വിളിച്ചു പറത്തില്ലേ, നിങ്ങൾക്കും പണക്കാരനാകാം, നിങ്ങൾക്കും പണക്കാരനാകാം. You can also be rich. You've heard that saying. അങ്ങനെ അനേക പുസ്തകം വാങ്ങിച്ചു വീട്ടിൽ പോയി. Many people read that book and took it home. 1-2 കഴിഞ്ഞിട്ടും ആരും പണക്കാരായില്ല. 1 or 2 years nobody became rich. 50 രൂപ കൊടുത്ത് ഈ പുസ്തകം വാങ്ങിച്ച മാത്രം വെച്ചു, അത് നഷ്ടമായെന്ന്
പറയുന്നല്ല. They lost their money in buying this book. അവസാന ആൾക്കാർ കത്തെഴുതാൻ തുടങ്ങി. The people wrote to the author. സാറിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ പണക്കാരാകാന്ന്. You say you can be rich by reading your book. ഈ 50 രൂപ പോയത് സമയം പോയതല്ല, ഞങ്ങൾ പണക്കാരായിട്ടില്ല. All I lost was my time and the money for the book. അവസാനം പുള്ളി ഒരു മറുപടി എഴുതി. He wrote back like this. നിങ്ങൾ ഇതുപോലൊരു പുസ്തകം അടിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യുക. You write a book just like this and start selling it. നിങ്ങളും എന്റെ കൂട്ട് പണക്കാരാണ്. And you can be rich like me. കാരണം ഇത് കാണുമ്പോൾ ആൾക്കാർ വാങ്ങിച്ചോളും. People will buy it. ഇന്ന് പകൽക്കാലമല്ല ദൈവസഭ വരുന്നത്. That is not what happens in the church. കാര്യസാധ്യത്തിന് വേണ്ടി അല്ല. It is not to have your things be accomplished. കാര്യം ദൈവം സാധിപ്പിക്കും. Oh, the Lord will take care of you. കാര്യവും വ്യവഹാരവും ദൈവം നടത്തി തരും. The Lord will take care of your needs. ആരെങ്കിലും ഭൗതിക അനുഗ്രഹത്തിന് വേണ്ടി കർത്താവിനെ സേവിക്കുന്നെങ്കിൽ ഇന്ന് പകൽ നിർത്തിക്കോണം. Oh, if you are serving the Lord for material things, stop it today. രോഗശാന്തിക്കും ഭൂതശാന്തിക്കും വേണ്ടി അല്ല കർത്താവിന്റെ പുറകെ പോകുന്നത്. You don't serve the Lord for miracles and wonders. ഇവിടെ പൗലോസ് പറയുന്നത് എനിക്കറിയണം അവന്റെ കഷ്ടങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയണം. Paul is saying I want to be in the fellowship of sharing in his suffering. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 2 Corinthians 2 Corinthians 11-ാം അധ്യായം chapter 11 23 മുതൽ 28 വരെ വായിക്കുമ്പോൾ verse 23 onwards, അപ്പോസ്തലനായ പൗലോസ് സഹിച്ച കഷ്ടതയുടെ ഒരു ലിസ്റ്റ് അവിടെ പറയുന്നുണ്ട്. there's a list of the sufferings of Apostle Paul. എനിക്കിത് നിങ്ങളോട് പറയാൻ താല്പര്യമൊന്നുമില്ല. I don't have a desire to tell you all these, എങ്കിലും നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പറയാൻ പോകുക. but because you need to know it, I am going to say it. ശ്രദ്ധിക്കണം ഈ പദങ്ങള്. Hear carefully. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ച ആളാ. I had worked the most. അധികം പ്രാവശ്യം തടവിലായവനാ. I have been in prison more frequently. അനവധി അടികൾ കൊണ്ടവനാ. I have been flogged many times. പലപ്പോഴും ഞാൻ പ്രാണഭയത്തിലായിട്ടുണ്ട്. I have been exposed and been afraid for my life. യഹൂദന്മാരാ ഞാൻ ഒന്ന് കുറയെ 40 അടി 5 പ്രാവശ്യം കൊണ്ടു. 4 times I received from the Jews the 40 lashes minus 1. എത്ര അടിയായി അന്നേരം? How many is that? 195. 195 floggings. 5 പ്രാവശ്യം 39 അടി വെച്ച് കൊണ്ടവനാ. Lashes 145. നമ്മൾ ചുമ്മാ പിള്ളേരെ അടിക്കുന്ന അടിയൊന്നും അല്ല ഇത്. It is not a little beating like you beat your children. ശരീരം പൊട്ടുന്ന പോലുള്ള അടികൾ. A beating that will break open your skin. ഒരിക്കൽ കല്ലേറ് കൊണ്ട് മരണത്തോളമായി. Oh, one time he had been beaten and he was almost dead. 3 പ്രാവശ്യമാണ് ഞാൻ കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടത്. 3 times I was shipwrecked. ഒരു രാത്രിയും പകലും മുഴുവൻ വെള്ളത്തിൽ ചെലവഴിക്കേണ്ടി വന്നു. I spent a night and a day in the open sea. പലപ്പോഴും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. I have constantly traveled. യാത്ര ചെയ്ത നദികളിൽ നിന്ന് എനിക്ക് ആപത്തുണ്ടായി. I had dangers from rivers. കള്ളന്മാരാളുള്ള ആപത്തുണ്ടായി. Dangers from robbers or എന്റെ bandits. സ്വന്തക്കാരെന്ന് പറയുന്ന സ്വജനത്താൽ എനിക്ക് ആപത്തുണ്ടായി. Dangers by my own countrymen. എന്റെ അധ്വാനം നിങ്ങൾക്കറിയണമോ? You want to know my പ്രയാസം profit? നിങ്ങൾക്കറിയണമോ? You want to know my troubles? പലവട്ടം ഉറക്കളച്ച രാത്രികളുണ്ട്. Many nights I had stayed awake. ദാഹിച്ച് നാവ് അണ്ണാക്കോട് വറ്റിയിട്ടുണ്ട്. Many days I had been thirsty in my പലപ്പോഴും ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്. Many times I went hungry. സഹിക്കാൻ പറ്റാത്ത ശീതം തണുപ്പ് ഞാൻ അനുഭവിച്ചു. Oh, many times I could not bear the എന്റെ വസ്ത്രം cold. വലിച്ചു പറയുന്ന നഗ്നത എനിക്കുണ്ടായിട്ടുണ്ട്. I was naked. ഇതെല്ലാം ഞാൻ അനുഭവിച്ച വ്യക്തിയാ. I have experienced it all. ഇതിന്റെ ഒരെണ്ണം വന്നാൽ, If one of these were to happen to us, അന്ന് സഭായം മൊത്തം നമ്മൾ സാക്ഷ്യം പറയും. we will testify the whole Sunday service. നമ്മൾ കേട്ടിട്ടില്ലയോ? We heard that. എന്നങ്ങാണ്ട് ഒരു വയറുവേദന സൗഖ്യമായെന്നും പറഞ്ഞിട്ട് പ്രസംഗിക്കാൻ കൊടുത്താൽ 1.5 മണിക്കൂർ പറയും. 1.5 hours talking about how the Lord healed them. ഒറ്റ വാക്കി പറയാനുള്ള സാക്ഷി നമുക്കുള്ളൂ. All we have is one word for testimony. ആരും എന്നോട് പണങ്ങരുത്. Don't say, don't യേശു get എന്നെ mad at me. വിടുവിച്ചു, അത്രേ ഉള്ളൂ. All you have to say is Jesus healed me. ഇതെല്ലാം വിവരിച്ച് കളയാനുള്ളതല്ല നമ്മുടെ സമയം. Oh, our time is not to waste talking and ഇവിടെ talking. ഇരിക്കുന്ന ഓരോരുത്തരും ഏതെല്ലാം രീതി സൗഖ്യം പ്രാപിച്ചോന്നറിയാമോ? Oh, you have been healed many ways, people sitting here. പൗലോസ് പറഞ്ഞാണെങ്കിൽ എനിക്കുണ്ട് ഒത്തിരി അനുഭവങ്ങൾ. I have a lot of things like Paul. എന്നെയും കുഴിച്ചിടാനൊക്കെ ആൾക്കാർ വന്നതാ. Many people came to bury me as well. ജീവനോടല്ല, Not alive. അല്ല, രോഗത്തിന്റെ പല പ്രശ്നങ്ങള്. Because of many sickness. ഇതൊന്നും പറയാനല്ല ദൈവം ശുശ്രൂഷയിലേക്ക് വിളിച്ചത്. The Lord has not called me to say these എന്തൊക്കെ things. കഷ്ടത അനുഭവിച്ചെന്ന് വിളമ്പാനല്ല എന്നെ Oh, വിളിച്ചിരിക്കുന്നത്. He has not called me to describe my hardship, യേശുവിനെ ഉയർത്താൻ വേണ്ടി. but to lift up Jesus. തിരുവചനം അണ്ണാക്കിന് മധുരമാണ്. Oh, the word of God is sweet to the അത് mouth. പറയുന്നതിന് അപ്പുറത്തൊരു ബഹുമാനവും നമുക്ക് വേണ്ട. There is no greater glory than to declare the words of God. ദൈവം നിങ്ങൾക്കൊരു സൗഖ്യം തന്നെങ്കില്, If the Lord has healed you, അവസരം കിട്ടി ഒരു വാക്കി പറഞ്ഞ കുഴപ്പമില്ല. it is not bad to say it in one word. നിങ്ങളുടെ മുറിക്കകത്ത് മുട്ടുകുത്തി കണ്ണുനീരോടെ ദൈവത്തോട് പറയണം. Oh, you say it to the Lord in their prayer closet. അപ്പാ എന്നെ വെടിവെച്ചതിനാ സ്തോത്രമെന്ന്. Thank you, Lord, that you heal me. ഒരു പ്രാവശ്യം സൗഖ്യം തന്നിട്ട് One time you have been healed. അടുത്ത പ്രാവശ്യം സൗഖ്യം തന്നില്ലെങ്കിൽ If he doesn't heal you the second നിങ്ങൾ എന്ത് time, എഴുന്നേറ്റ് നിന്ന് പറയുമെന്ന്. oh, what will you say അപ്പൊ next? രോഗസൗഖ്യത്തിനല്ല നമ്മൾ ദൈവത്തെ We സേവിക്കുന്നത്. don't serve the Lord for ഈ healing. പൗലോസ് അനുഭവിച്ച കഷ്ടതയുടെ What Paul has experienced in ഒരു his life, മണം അടിച്ചാൽ നിങ്ങൾ അടുത്ത ആഴ്ച സഭായോഗത്തിന് കാണുമോ? a small portion, if we were able to experience it, ഇന്ന് will you പകൽ be അതാ here ഞാൻ next week? ചോദിക്കുന്നത്. Let me ask
ask ഈ you, പൗലോസ് കൊണ്ട ഏറിന്റെ ഒരു കല്ലും നിങ്ങളുടെ ദേഹത്ത് കൊണ്ടാൽ if one of the stones that was thrown at Paul hits എത്ര your പേര് body, അടുത്ത ആഴ്ച ഇവിടെ കാണും? how many of you will come back to church next week? കല്ലേർ എവിടെ വരെ കൊള്ളും? How many stonings മരണത്തോളം എത്തി ലുസ്ത്രയിൽ വെച്ച്. until death? എഫെസോസിൽ വെച്ച് മൃഗയുദ്ധമുണ്ടായി. In Ephesus there was പിന്നെ he fought with animals. he fought with animals. 2 തിമോഥെയോസ് 4:17 പൗലോസ് പറയുന്നു, In 2 Timothy Paul is saying, കർത്താവോ എനിക്ക് തുണ നിന്നു, the Lord was on my side. പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും To experience and to അങ്ങനെ speak, സകല ജാതികളും കേൾക്കാനിടയായി തീർന്നു. so that all the people may hear. അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചെന്ന്. So I have been saved from the mouths of lion. അവൻ ഇതൊന്നും അല്ല പൗലോസിന്റെ ഭാഷയെ പറഞ്ഞ കഷ്ടത. This is not suffering according to Paul's language. നമുക്കാണ് പുസ്തകം എഴുതാൻ ഇതൊക്കെ മതി. All we need to write books is this. ഞാൻ കടന്നുപോയ വഴികള്, The ways that I ഞാൻ went അനുഭവിച്ച through, കഷ്ടതകള്. the hardship I went through. പണ്ടൊക്കെ കൺവെൻഷന് സാക്ഷ്യം പറയാൻ പ്രത്യേക അവസരം ഉണ്ടായിരുന്നു. There were special times in conventions to give ആരെങ്കിലും testimony in the തല്ലിയതും past. കൊന്നതും കുടിച്ചു നടന്നതും ഒക്കെ വിവരിക്കുന്നത്. People used to say how they were bad before. ഞാൻ പേര് പറഞ്ഞാൽ നിങ്ങൾ ഒഫൻഡഡ് ആവും. ഈ ചിലപ്പോൾ ലൈവ് സ്ട്രീമിൽ ആള് കേൾക്കുന്നുണ്ടെങ്കിൽ പുള്ളി ഒഫൻഡഡ് ആവും. People will be offended if I say the names. എന്റെ ഒരു വലിയ സുഹൃത്ത് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ആളാ. Everybody knows him and his name. ഈ വരി തടവിലൊക്കെ കിടന്ന ആളാ. He went through jail for the ഒരു Lord. പ്രാവശ്യം പുള്ളി സാക്ഷ്യം പറഞ്ഞിട്ട് One time he said his testimony. 1.5 മണിക്കൂർ സാക്ഷ്യം പറഞ്ഞു. 1.5 hours of അപ്പൊ testimony. എന്റെ അമ്മ എന്റെ അനിയനോട് പറഞ്ഞു, My mom told my brother മോനെ കേട്ടോടെ എന്ത് നല്ല സാക്ഷ്യമായിരുന്നു. how great was the testimony. 2 പേരെ കൊന്നിട്ട് After killing 2 people, ജയിലിൽ കിടന്നിട്ട് after going to jail, ഇപ്പൊ ഉപദേശിയായി. now he is a Upadeshi. അപ്പൊ എന്റെ അനിയൻ എന്നെക്കാട്ട് 10 വയസ്സിന് ഇളയതാ. He is 10 years younger than me. എന്റെ അത്രയും കൃപയൊന്നുമില്ല അവന്. He doesn't have the blessing of me. അവൻ അമ്മയോട് പറഞ്ഞു, And my brother told my mom, നിങ്ങൾ എന്നെ നല്ലതുപോലെ വളർത്തിക്കൊണ്ടാ, because you had raised me right, അല്ലെങ്കിൽ ഞാൻ ഇതിലും ആൾക്കാരെ കൊന്നേനെ, otherwise I would have killed more people. ഞാനും ജയിലിൽ പോയേനെ, I would have gone to jail as well, my ഇതിലും brother നല്ല said. സാക്ഷ്യം ഞാനും പറഞ്ഞേനെ. And I would have said such അപ്പൊ testimony. എനിക്ക് നല്ലൊരു സാക്ഷ്യമില്ലാത്തതിന്റെ കുഴപ്പം നിങ്ങളാണ്. I said the reason I don't have such testimony is because of you. നമ്മൾ എത്ര പേരെ കൊന്നു എന്നുള്ളതല്ല It വിഷയം. doesn't matter or how many people you killed, എത്ര പേരെ സഭയെ കൊണ്ടുവന്നു ഉള്ളതിനേക്കാൾ more than how many people you brought to the church. ഞാൻ കാരണം ആരും സഭയിൽ നിന്ന് പോയില്ല എന്ന് പറയുന്ന ഒരു വലിയ സാക്ഷ്യം. The testimony that nobody left the church because of me is a greater testimony. അതിനൊരു സ്തോത്രം പറയണം. Can you say amen to that? ഒരു വർഷം കൊണ്ട് ആളൊന്നും കൂട്ടിയില്ലെങ്കിലും Even though I didn't bring any no souls in ഞാൻ this year, കാരണം ആരും സഭ വിട്ടു പോയില്ലെന്ന് പറയുവാൻ because of me nobody left the faith. അതൊരു സാക്ഷ്യം. ദൈവദാസൻ ഓർപ്പിച്ചു കണക്ക് ആ സ്നേഹം നമ്മളിൽ ഉണ്ടാകട്ടെ. Let that love be in us, as the brother said. ഞാനും നിങ്ങളും അനുഭവിച്ച കട്ടത എന്താ? What is the hardship you and I മനുഷ്യരെ went through? കേൾപ്പിക്കാനുള്ളതല്ല ഈ കട്ടത എന്ന് പറയുന്നത്. It is not to tell others of this hardship. പൗലോസ് പറയുന്നു, എനിക്കറിയണം എന്റെ കട്ടത, യേശുവിന്റെ കട്ടത എനിക്കറിയണം. Paul says, I want to know the hardship of the Lord. എബ്രായലേഖനം 11-ാം അധ്യായം Hebrews chapter 11, അതിന്റെ 36 മുതൽ 38 വരെ വായിക്കുമ്പോൾ 36 to 38. കട്ടത അനുഭവിച്ച ദൈവദാസന്മാരുടെ ഒരു ലിസ്റ്റ് തന്നെ കൊടുക്കുന്നുണ്ട്. There is a list of the people that went through hardship. വേറെ ചിലർ Others, അവർ പരിഹാസം അനുഭവിച്ചു, they were ridiculed and mocked. ചമ്മട്ടി കൊണ്ട് അവരെ അടിച്ചു, They had been flogged. അവർ തടവ് അനുഭവിച്ചു, They were chained. വിവിധ പരീക്ഷ അനുഭവിച്ചു, They had gone through many അവർ sufferings. കല്ലേറേറ്റു. They were stoned. ഒരു മരക്കഷണം അറുത്തു മുറിക്കുന്നത് പോലെ Just as a wood would be sawed in half, ഈർച്ചവാളിനാൽ അവർ അറുക്കപ്പെട്ടു. they were sawed in two. അനേകർ വാളാൽ കൊല്ലപ്പെട്ടു. Many were put to death by the sword. ആടിനെ കൊന്ന് അതിന്റെ തൊലിയെടുത്തിട്ട് They went out and killed sheep and put their വിശ്വാസികളെ skins. ജീവനോട് അതിൽ പൊതിഞ്ഞു തുന്നിക്കെട്ടി They had put the believers in the sheepskin വെയിലത്തിട്ട് ഉണക്കുവാനിടയായി തീർന്നു. and they put them in the sun to burn them. കഷ്ടവും സങ്കടവും അനുഭവിച്ചു. They had gone through many persecutions. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പിലും അവർ അലഞ്ഞു നടന്നു. They wandered in the desert and mountains and in caves and holes. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. The world was not worthy of them. ഇന്ന് പകൽ അങ്ങനെ പറയണം. Let us say that this ഈ morning. ലോകം ഞങ്ങൾക്ക് യോഗ്യമല്ല. This world is not ഒരു worthy of യഥാർത്ഥ us. ക്രിസ്ത്യാനിക്ക് ഭക്തൻ ഇന്നും ലോകം യോഗ്യമല്ല. A true saint of God can say the world is not worthy of them. ഇന്ന് രാവിലെ നാം ആരെയാ പ്രസാദിപ്പിക്കുന്നത്? Who are we pleasing this morning? ലോകത്തെയാണോ ദൈവത്തെയാണോ? Or is it God or is it the world? ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവന് ലോക സ്നേഹം ശത്രുത്വമാ. If you please the Lord, then love of the world is an enemy to you. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. The world was not worthy of them. എന്നാൽ വേറെ ചിലരെ കുറിച്ച് പറയുന്നു. But there is somebody else mentioned. അവർ ഹല്ലേലൂയ ഉദ്ധാരണം കൈക്കൊള്ളാതെ നല്ലൊരു ഉയർപ്പിനായി ഹല്ലേലൂയ ഭേദ്യമേൽക്കുവാൻ തയ്യാറായി. They were willing to sacrifice for a good hope their bodies. They were ready to be
tortured and not accepting the deliverance and believing that we will have a good resurrection, ഞങ്ങൾക്കൊരു നല്ല പുനരുത്ഥാനം ലഭിക്കുമെന്നറിഞ്ഞ് അവർ ഹല്ലേലൂയ വിടുതലിന് പകരമായി അടികൊള്ളാൻ തയ്യാറായെന്ന്. They were willing to be beaten for a good resurrection. ഇന്ന് പകൽ പറയാൻ പറ്റുമോ? Can you say this morning? കർത്താവിന് വേണ്ടി കഷ്ടത അനുഭവിക്കാൻ എത്ര പേര് തയ്യാറാണ്? How many of you are ready to suffer for the ഒരു Lord this സുഖകരമായ morning? ക്രിസ്ത്യ ജീവിതത്തിന് വേണ്ടി ആരും പ്രാർത്ഥിക്കണ്ട. Oh, don't pray for a great Christian life. ദൈവം രോഗം ശാന്തി തരും, ദൈവം നല്ല സൗഖ്യം തരും, നന്മ തരും, അതൊന്നും ഞാൻ എതിരല്ല. I'm not against the Lord giving you prosperity and healing. ദൈവത്തെ ആരാധിക്കുന്നത് ഇതിന്റെ ഒന്നും അടിസ്ഥാനത്തിലാകരുത്. But you do not serve the Lord for those things. രോഗം വന്നാലും ഘട്ടം വന്നാലും ഒക്കെ ദൈവത്തെ ആരാധിക്കാൻ പഠിക്കണം. Oh, when you have pain, when you have sickness, know to worship the Lord in the midst of that. സുവിശേഷത്തിന് വേണ്ടി കട്ടം അനുഭവിച്ചവരുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. Oh, we have a list of things that we have suffered for the sake of the gospel. രക്തസാക്ഷികളായവരുടെ പട്ടിക. Oh, there is a list of people that became martyrs. സ്തേഫാനോസ് മുതൽ Stephen onwards. ഇന്ന് പകൽക്കാലം വരെയും Oh, until this morning. ഇന്ത്യയുടെ ഗ്രാമങ്ങളില്, Oh, in Indian villages. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ചൈന, ബർമ, ബംഗ്ലാദേശ്, ഇന്ത്യ, ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും All the countries of the world. ക്രിസ്തുവിന് വേണ്ടി തലയറുക്കപ്പെട്ട, People that were sown, their head taken ക്രൂശിക്കപ്പെട്ട, off. Oh, those who were crucified. യേശുവിനെ അറിഞ്ഞത് നിമിത്തം ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട, The people who have lost their husbands without knowing the Lord. ഭാര്യമാരെ നഷ്ടപ്പെട്ട, കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട, Losing their wives, their children from knowing the Lord. ഓ എത്രയോ ലിസ്റ്റുകൾ നമ്മുടെ പക്കലുണ്ട്. Oh, great list that we have in front of us. എന്ത് കുറ്റം ചെയ്തിട്ടാ അവരെ കൊന്നൊടുക്കിയത്? Why were they killed? What did they do wrong? 1999 Oh, 1999. ജൂൺ മാസം 22 തീയതി June 22nd. രാവിലെ 3 മണിക്ക് 3 in the morning. ഒറീസയിലെ മനോഹർപൂർ ജില്ലയില് Oh, in Orissa. ഗ്രഹാം സ്റ്റെയിനും തന്റെ 2 ആൺമക്കളായ ഫിലിപ്പും തിമോത്തിയും Graham Staines and Philip and സുവിശേഷ വിരോധികളാൽ കത്തി അമരുമ്പോൾ Oh, when they were burned by the people who hate the gospel. എന്തിനാ അവർ ജീവൻ കൊടുക്കേണ്ടി വന്നത്? Why did they give up their lives? ആസ്ട്രേലിയയിലൂടെ സുഖസമൃദ്ധി വിട്ടിട്ട് After giving up the luxuries in ഒറീസയിലെ Australia, കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാൻ കടന്നു വന്നു. they had gone to India to take care of the ലോകം lepers. അവർക്ക് യോഗ്യമായിരുന്നില്ല. The world was not ready for them. ആ 2 കുഞ്ഞുങ്ങളുടെയും Oh, those 2 children ആ പ്രിയ പിതാവിന്റെയും and that father. ശവസംസ്കാരത്തിൽ നിന്നുകൊണ്ട് Oh, in that funeral service, ഗ്ലാഡിസ് സ്റ്റെയിൻസ് പറഞ്ഞ ഒരു വാക്കുണ്ട്. Gladys Staines, the mother, said, എന്റെ ഭർത്താവിനെയും എന്റെ കുഞ്ഞുങ്ങളെയും ചുട്ടരിച്ചവരോട് Oh, to the people that burned my husband and children. ക്ഷമിക്കുവാൻ യേശുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. Oh, the love of Jesus constrains me to forgive them. 23 വർഷം ഒറീസയിൽ ഗ്രഹാം സ്റ്റെയിൻസ് പ്രസംഗിച്ചതിനേക്കാൾ Oh, more than 23 years of Graham Staines preaching in India. ആൾക്കാരെ സ്വാധീനിച്ചത് ആ ഒറ്റ വാക്കായിരുന്നു. That one word was able to win the hearts of the people of ഇന്ന് India. പകൽക്കാലം നമുക്കൊന്ന് കട്ട സഹിക്കാൻ തയ്യാറാണോ? Are we willing to suffer for the Lord? സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം പോകട്ടെ. Let me go forward. അപ്പൊ പൗലോസേ അങ്ങ് എന്താ പറഞ്ഞു വരുന്നത്? Paul, what are you saying? എന്താ ഈ കഷ്ടം? What is this suffering? ഇതൊന്നും കഷ്ടമല്ലെങ്കിൽ If none of this is suffering, യേശുവിന്റെ കഷ്ടം എന്താ അങ്ങക്ക് അറിയേണ്ടത്? what is it that the suffering of Christ you're talking about? അതറിയണമെങ്കിൽ ഗെത്സമനെ മുതൽ From Gethsemane, നമുക്ക് നടക്കാൻ തുടങ്ങാം. let us start walking. എല്ലാം പറയാൻ എനിക്ക് സമയമില്ല. I don't have time. 1-2 കാര്യം വേഗം പറയാം. Let me say 1 or 2 things. ഒന്ന് എനിക്കറിയണം, One, I want to know. പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടാത്തതിന്റെ ഒരു സുഖം എനിക്കറിയണം. I want to know the greatness in not answering, the Lord not answering your prayer. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്താ? What do we like? പ്രാർത്ഥിച്ച ഉടനെ മറുപടി We കിട്ടണം. want an answer immediately from ഇന്ന് prayer. പകൽക്കാലം നമ്മൾ ഇങ്ങനെയൊന്ന് അറിയണം. We need to know this morning. പ്രാർത്ഥിച്ചാൽ When we pray, നോ എന്ന് പറയുന്ന ദൈവസ്നേഹം. it is the love of the Lord that says no. ഗെത്സമനയിൽ മുട്ടുകുത്തി Oh, in Gethsemane, he was on his രക്തം knees. വിയർപ്പാക്കി യേശു പ്രാർത്ഥിക്കുമ്പോൾ As he is sweating blood, he is praying. കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് മാറ്റി കിട്ടണം. Lord, if it is possible, 1, 2, 3 പ്രാവശ്യം എണ്ണി പ്രാർത്ഥിച്ചു. 2 or 3 times he has said. 3-ാം പ്രാവശ്യം അവന് മനസ്സിലായി The 3rd time he എന്താ understood. ദൈവഹിതം. This was the will of God. ദൈവഹിതം മാത്രം നടക്കട്ടെ. Let only the will of God take place. പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുന്നില്ല, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ല എന്ന് അറിയുന്നതിന്റെ ഒരു സുഖം എനിക്കറിയണം. I want to know the greatness in knowing that the Lord is not answering my prayer. പൗലോസും പ്രാർത്ഥിച്ചൊരിക്കൽ. Paul also prayed once. വായിക്കേണ്ട 2 കൊരിന്ത്യർ 12-ാം അധ്യായം 2 Corinthians chapter 1 12, മുതൽ 10 വരെ വായിക്കുമ്പോൾ 1 to 10. തന്റെ ജഡത്തിൽ വ്യാപരിക്കുന്ന ശൂലം Oh, the flesh, the thorn in his flesh. അത് മാറുവാൻ 3 വട്ടം പ്രാർത്ഥിച്ചു. 3 times he prayed that it be removed. സ്വർഗം പറഞ്ഞു കൃപ കൊണ്ട് നിറയ്ക്കാൻ പോകുക. The Lord said, I will fill you with എന്റെ grace. യേശുവിന്റെ കട്ട ഞാൻ അനുഭവിച്ചറിയാൻ പോകുക. You are going to know the pain, the suffering
suffering of my Lord Jesus. ദൈവഹിതം യേശു തിരിച്ചറിഞ്ഞെങ്കിൽ Oh, if the Lord knew the will of God, എന്റെ കഷ്ടതയിലും എനിക്കറിയേണ്ടത് ദൈവഹിതമാണ്. in my suffering, what I want to know is God's will in that ഞാൻ matter. ചോദിക്കട്ടെ, ഒരു രോഗശാന്തി കിട്ടിയിട്ട് If after receiving a healing, ആയുസിനോട് 15 ദിവസം കൂടെ വർഷം നീട്ടി കിട്ടിയിട്ട് oh, after gaining 15 more years in his life, ഒരു 25 വർഷം നീക്കി കിട്ടിയിട്ട് 25 years, നിങ്ങൾ അതും കൊണ്ട് എന്തോ ചെയ്യാനാ പോകുന്നത്? what are you going to do with that? 2 ജോലിയും കൂടെ ചെയ്യാനോ? Do 2 more ഒരു jobs? വീടും കൂടെ കൂടുതൽ വാങ്ങാനോ? Oh, to buy more? അത് 4 പേരെ കുറിച്ച് പിന്നെയും പറഞ്ഞുകൊണ്ട് നടക്കാനോ? Or are you going to go gossip about ദൈവം others? പിടിവിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ദൈവിക ഉദ്ദേശം ഉണ്ടായിരിക്കും. If the Lord is to heal you, there needs to be a purpose behind ദൈവം it. നിന്നെ സൗഖ്യമാക്കിയാൽ, If the Lord heals you, നിന്റെ ആരോഗ്യം കൊണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നെങ്കിൽ, with that health, are you going to give glory to the ഇന്ന് Lord? പകലും സൗഖ്യമാക്കുവാൻ ദൈവത്തിന് ഒരു മടിയില്ല. The Lord is willing to heal you this morning. ഈ നാക്ക് വല്ലവരെയും കുറിച്ചും വല്ലതും പറയാനാണെങ്കിൽ If the tongue is going to be used to speak about എന്തിനാ others, ഒരു സൗഖ്യം നമുക്ക്? why do we need that healing? എന്തിനാ ഒരു ആരോഗ്യം നമുക്ക്? Why do we need that health? ദൈവവേലയ്ക്ക് ചെലവാക്കാൻ അല്ലെങ്കിൽ If it is not to use for the glory of എന്തിനാ നമുക്ക് ministry, പണം? why do we need money? എനിക്കറിയണം. I want to know. ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുവാൻ I need to know the will of God. അതിനുവേണ്ടി എന്റെ രക്തം ഞാൻ ഒഴുക്കാൻ തയ്യാറാ. I am willing to spend my blood for that. അതിനുവേണ്ടി എന്റെ രക്തം വിയർപ്പാക്കാൻ ഞാൻ തയ്യാറാ. I want to sweat blood for that. നമുക്ക് ക്രൂശിലേക്ക് പോകാം. Let us go to the cross. യെശയ്യാവ് 53 Isaiah 53, 7-8 വാക്യങ്ങൾ. 7 and 8. 1 പത്രോസ് 2 അധ്യായം, 2 Peter chapter 2. ഫസ്റ്റ് പീറ്റർ 2 അധ്യായം Chapter 2. 21 മുതൽ 27 വായിക്കുമ്പോൾ From verse 21 through 23 21 to 23. എനിക്കറിയണം യേശു ക്രൂശിൽ എങ്ങനെ കഷ്ടം അനുഭവിച്ചപ്പോൾ പ്രതികരിച്ചതെന്ന്. I want to know how Jesus reacted to the suffering on the cross. Can you respond to your suffering in such a way as Christ suffered? യേശു സഹിച്ചതുപോലെ സഹിക്കാൻ തയ്യാറാണോ? Are you willing to respond in the same way Jesus did on the cross? ഇല്ല, പിന്നെ സഹായം കൂടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. Otherwise, there's no point in coming together to worship. എന്താ യെശയ്യാവ് പറയുന്നത്? What is Isaiah saying? ആരെങ്കിലും ഇനി ഉറക്കെ ഒന്ന് വായിച്ചാട്ടെ. യെശയ്യാവ് 53 7-8 വാക്യങ്ങൾ. തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നിട്ടും. ലിജു ഒന്ന് നിർത്തണേ. നമ്മൾ എന്തിനാ തല്ലുകൊള്ളുന്നേ? Why are we getting beat up? നമ്മുടെ നാക്കുകൊണ്ട. It is because of our tongue. നമ്മുടെ സംസാരം കേട്ട ചത്തുപോയ ലാസർ പോലെ എഴുന്നേറ്റ് വന്ന് അടിക്കും. If Lazarus would come up and beat us up for our talking. പലപ്പോഴും നമ്മുടെ വർത്തമാനം അങ്ങനെയൊക്കെയാ. Many of our words are like that. പാസ്റ്റർമാരും മോശമല്ല, വിശ്വാസികളും മോശമല്ല. It's not just the believers, it's the pastors as well. കുറച്ച് നാൾ മുമ്പ് കേരളത്തിൽ നടന്നൊരു സംഭവം പറയാം. In Kerala, this happened a while ago. എവിടാന്ന് അഡ്രസ് എന്നോട് ചോദിക്കരുത്, പറഞ്ഞ ആളുടെ പേരും ചോദിക്കരുത്. ഇതിനല്ല പറയുന്നത്. Don't ask me who and why. ചുമ്മാ പറയാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. I'm just saying this. ഒരു ബൈബിൾ കോളേജിൽ നിന്ന് കുറച്ച് പിള്ളേര്, Bible college children. പണ്ടത്തെ ബൈബിൾ കോളേജ് പോലെ കഞ്ഞിയും പയറൊന്നും അല്ല, അത് ഓർത്തോണം. This is a real Bible college without any famine. പണ്ടത്തെ പോലൊന്നും അല്ല. It's not like the old times. നന്നായിട്ടുള്ള ഒരു ബൈബിൾ കോളേജ്. It is a good Bible college. വൈകുന്നേരം ഗോസ്പൽ വർക്കിന് വേണ്ടി വിട്ടതാ. They had gone for the gospel work in the evening. സൈക്കിളില് From the cycle. ബൈബിൾ ഉണ്ട്, കുറച്ച് ട്രാക്ട് ഒക്കെ ഉണ്ട്. Bibles and tracts in hand. 5 പേര് ഇങ്ങനെ വരിക. And 2 people were coming. അപ്പൊ ഒരു ജംഗ്ഷനിൽ വന്നപ്പോ When they came to a junction, ഒരു കള്ളുകൂടിയന്, a drunkard, പുള്ളിക്ക് ഒരു തോന്നല്, he thought, ഉപദേശിമാരെ തല്ലാൻ പറ്റിയ സമയമില്ല. this is the good time to beat up the നാട്ടിലൊരു believers. ശീലമല്ലേ, പെന്തക്കോസ്തർ എന്നും പറയാം. You can say anything to the Pentecostals. അവര് ഇവരെ പിടിച്ചിറക്കിയിട്ട് They got him off the bike ഒരുത്തിന് 2 അടി കൊടുത്തു. and he beat up the believer, the Bible student. എല്ലാ ഉപദേശിമാരും മാനസാന്തരപ്പെട്ടവരൊന്നുമല്ല. All the believers are not true born again. അവർ 8 പേരോട് ചേർന്ന് ഇവനെ പൊതുരങ്ങ് തല്ലി. And they all gathered together and beat up this drunkard. അപ്പം ആൾക്കാർ ചോദിച്ചു, നിനക്ക് ഇതിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? And people asked him, did you have to do this? പറഞ്ഞൊരു പദമുണ്ട്. He said like this, ഉപദേശിമാരാണ് ഓർത്തുകൊണ്ട് തല്ലിപ്പോയതാ. I beat them up because they thought they were true Christian evangelists. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം പറയാണ്. Let me tell you the meaning of what I said. യേശു വാ തുറക്കാതിരുന്നിട്ടും പീഡിപ്പിക്കപ്പെട്ടു. Even though he had not opened his mouth, he had been suffered. നമ്മൾ പലപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നത് because we open our mouths, വായി തോന്നുന്നു വിളിച്ചു പറഞ്ഞിട്ടാ. because we say what we want. That is why we are suffering. ക്ഷമയോദിക്കും, അനുദവിക്കും, ഉപവസിക്കും, പ്രാർത്ഥിക്കും, നെഞ്ചത്തടിക്കും കാര്യം. പക്ഷെ ഇവിടെ വാ തുറക്കാതിരുന്നിട്ടും, even though he did not open his mouth, അത് എനിക്കൊന്ന് അറിയണം. I want to know that. Praise the Lord. Hallelujah. ഹല്ലേലൂയ. അതൊന്നും എനിക്ക് അനുഭവിച്ചറിയണം. I want to experience it. എന്താ പത്രോസ് പറയുന്നറിയാമോ? What is Paul saying here? 1 പത്രോസ് 4 അധ്യായം 1 Peter chapter 12 തൊട്ട് 19 വരെ വായിക്കുമ്പോൾ 12 to 14.
ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം അനുഭവിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. Oh, do not be ashamed if you have to suffer as a Christian. അല്ലാതെ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നതിനകത്ത് ഒരു ഛേദമില്ല. Oh, if you do something wrong and getting beat up, that's something എന്തെങ്കിലും else. സഹിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് സഹിക്കണം. If you are going to suffer something, suffer as a മടങ്ങി Christian. വരാൻ അല്ലെങ്കിൽ വാ തുറക്കാതിരുന്നിട്ട് പീഡിപ്പിക്കപ്പെട്ടു. Even though he had not opened his mouth, he was oppressed. അറുക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, He was led like a lamb to the slaughter, രോമം കത്രിക്കുന്നവിടെ നിൽക്കുന്ന ആടിനെ പോലെ and a sheep before the shearers. വാ തുറക്കാതിരുന്നു. He was silent. എന്നിട്ടും പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. Yet he was oppressed and afflicted. ഇന്ന് പകൽക്കാലം ഇതൊക്കെ ഒന്ന് തിരിച്ചറിയണം. പൗലോസ് പറയുന്നത് ഇതാ, What is Paul saying? എനിക്കിതൊന്ന് അറിയണം, I want to know this. എനിക്ക് I അനുഭവിച്ചറിയണം, want to experience this. എനിക്ക് ഈ കഷ്ടങ്ങൾ അറിയേണ്ടത്. I want to know these kinds of പത്രോസ് suffering. പറയുന്നു, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ. Even though they had beaten him, he did not respond back. ഇങ്ങനെ കൃപയുള്ള എത്ര പേരുണ്ട്? How many of you have that grace? ഒന്ന് കൈ വെക്കാവോ? Hallelujah. ഞാൻ ചുമ്മാ പൊക്കി പിടിച്ചേക്കുന്ന ഞാൻ ചുമ്മാ പൊക്കി പിടിച്ചേക്കുന്നത് എന്നെ കൊണ്ട് പോലും പറ്റത്തില്ല. I can't even do that. തന്നെ ശകാരിച്ചിട്ട് Even though they had come against him, പകരം ശകാരിക്കാതെയും he did not pay them കഷ്ടം back. അനുഭവിച്ചിട്ട് He had suffered. ആരും സ്തോത്രം ഒന്നും പറയാൻ പ്രതീക്ഷിക്കുന്നില്ല. I don't expect anybody to say praise the Lord. കഷ്ടം അനുഭവിച്ചിട്ട് Going through suffering, ഭീഷണം പറയാതെയും not saying anything back, not threatening. ഞാൻ അങ്ങനെ ചെയ്തോളാം, I will do that. ഭീഷണം ചെയ്യാതെയും Oh, without threatening. അതെനിക്കൊന്ന് അനുഭവിച്ചറിയണം. I want to know that. ഇതാ പൗലോസ് പറയുന്നത്. That is what Paul is saying. എനിക്ക് അറിയണം. I want to know. ആരെങ്കിലും എന്നെ അടിച്ചാൽ If somebody beats me, സ്തോത്രം പറഞ്ഞുകൊണ്ട് എങ്ങനെ ജീവിക്കുന്നതെന്ന്. how do I go on, say praise the Lord and move on? എന്നെ ആരെങ്കിലും മാറ്റിയാൽ If somebody removes me, എങ്ങനെ മൗനമായിരിക്കേണ്ടത്? how can I be quiet? ഭീഷണിപ്പെടുത്തിയാൽ If somebody threatens me, എങ്ങനെ സ്തോത്രം പറയുന്നത്? how do I say praise the Lord? അതെനിക്ക് എന്റെ ശരീരത്തിൽ I അറിയണം. want to know that in my body. ന്യായമായി വിധിക്കുന്നവങ്കിൽ കാര്യം പരമേൽപ്പിക്കുവാൻ Oh, the one to go before a judge. എനിക്കറിയാം. I know how to do അതെനിക്കറിയണം. that. I want to know. ഇതാ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. That is the true Christian life. ഇന്ന് രാവിലെ അതിനാ ഒരു മരണ പ്രതിഷ്ഠ നമുക്ക് ആവശ്യമാണ്. We need to have that deadly desire this morning. ഏതറ്റം വരെയും യേശുവിന് വേണ്ടി പോകുവാൻ. To go to whatever end for the Lord ഇന്ന് Jesus. പകൽ സ്വർഗ്ഗം നമ്മളെ സഹായിക്കണം. We need to have that help from the Lord. ഇനി നമുക്ക് ആ ക്രൂശിലേക്ക് പോകാം. Let us go to the cross again. ആ 7 മൊഴികളും പ്രസംഗിക്കാൻ സമയമില്ല. I don't have the time to preach all about it. യേശു പറയുകയാണ്, Jesus is saying, അടികൊള്ളുമ്പോൾ when he is beaten, പിതാവേ Father, ഇവർ ചെയ്യുന്നത് what they are doing, ഇന്നതെന്നറിയാകിയാൽ because they don't know what they're doing, ഇവരോട് ക്ഷമിക്കണം. forgive them. അതൊരു വലിയ തിരിച്ചറിവാ. There is a great ആരെങ്കിലും നിങ്ങളെ knowledge. എന്തെങ്കിലും ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ടല്ലെന്നുള്ളൊരു തിരിച്ചറിവ്. Knowledge that they are doing something without their own knowledge. എന്താണ് ലേഖനകർത്താവ് ഓർപ്പിക്കുന്നത്? What is the writer അവർ saying? അറിഞ്ഞിരുന്നുവെങ്കിൽ If they had known what they were doing, തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കില്ലായിരുന്നു. they would not have crucified the Christ. Praise the Lord. Hallelujah. ഇന്ന് പകൽ എനിക്കിത് അറിയണം. I need to know this today. കർത്താവേ, എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ If somebody says something against me, അവരോട് ക്ഷമിക്കാനുള്ള ഒരു കൃപ എനിക്ക് വേണം. I need the grace to forgive them. നിങ്ങൾ ഒരാളോട് ക്ഷമിക്കുമ്പോൾ When you forgive someone, നിങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യണം. try it next time. ഞാനൊന്ന് ട്രൈ ചെയ്യാൻ പോവുക. I'm going to try it. അത് നമ്മുടെ ശരീരത്തിൽ അത് അറിയാൻ പറ്റും. We can know it in our bodies. തല്ലണം, കൊല്ലണം, തിന്നണം, തിരിച്ചു പറയണം എന്നൊക്കെ പറഞ്ഞ് നമ്മള് Even though we are wanting to retaliate, ഇതെല്ലാം കൂടെ നമ്മുടെ അകത്തോട്ടൊന്ന് ഒതുക്കുമ്പോഴാകുന്ന ചൂടുണ്ടല്ലോ. when we take it in our bodies, we get hot. നമ്മൾ അനുഭവിച്ചറിയണം. We need to know when we release it. സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നത്? What do we do normally? പ്ലേറ്റ് പൊട്ടിക്കുക, മറ്റുള്ള സാധനങ്ങളൊക്കെ പൊട്ടിക്കുക. We break things when we get നമ്മുടെ mad. അകത്ത മനുഷ്യനെ പൊട്ടിക്കാൻ ഒന്ന് പഠിക്കണം. Oh, we need to know how to ജഡത്തെ break our inner ക്രൂശിക്കാൻ പഠിക്കണം. man. പൗലോസ് പറയുന്നു, Paul is ഇതെനിക്ക് saying, അനുഭവിക്കണം. I want to experience this. യേശുവിന്റെ കഷ്ടതയിൽ യേശു കാണിച്ച മാതൃക എനിക്ക് എന്റെ ശരീരത്തിൽ അനുഭവിച്ചറിയണം. I want to know in my bodies and be a partaker in the fellowship of the suffering of the ചാട്ടവാറ് Lord. കൊണ്ട് ആഞ്ഞടിക്കുമ്പോൾ Oh, when they are beaten with all the lashes with all that when they are lashed. മാംസ കഷ്ണങ്ങൾ അടന്നു വീഴുമ്പോൾ, When his flesh is being രോമം broken പിച്ചു off. പറിക്കുമ്പോൾ, Oh, when they're removing his വായെ hair. തുറക്കാതെ മൗനമായിരുന്ന കഷ്ടത എനിക്ക് അനുഭവിച്ചറിയണം. I want to know the suffering of how he was quiet. തൊട്ടടുത്ത് കിടന്ന ക്രൂശിക്ക് കിടന്നവൻ പറയുക, The robber next to him, the thief, is saying, രണ്ടുപേരും ആരംഭം മുതൽ അവസാനം വരെ യേശുവിനെ ദുഷിക്കുകയായിരുന്നു. oh, they were talking bad about Jesus from the beginning to the end. ഒരുത്തര് പെട്ടെന്ന് ഒരു മാനസാന്തരം, But one of them had a change of heart. അവൻ അനുദപിക്കാൻ തുടങ്ങി. He started to repent. ഇവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. He has not done anything wrong. ആരെങ്കിലും നിങ്ങളോട് ചെയ്ത തെറ്റ് ഏറ്റു പറഞ്ഞാൽ, If somebody confesses their wrong to അവനെ you, നിങ്ങളോട് ഒരുമിച്ച് with you, സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന to take you with you in heaven, ഒരു മനോഭാവം a heart, എനിക്ക് അനുഭവിച്ചറിയണം. I want to know that.
നമ്മൾ ഏറ്റുപറഞ്ഞവരോട് എന്തോ ചെയ്യുന്നത്? What do we say to the people that ask for forgiveness? നിങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. I forgive you for asking for forgiveness. ഇനി അത്ര വലിയ സഹകരണമൊന്നുമില്ല. I won't എന്നെ be your friend anymore. ചത്താലും ഞാനിത് I won't forget this even if I die. പറഞ്ഞാ വാ തുറന്ന് പറഞ്ഞാട്ടെ. നിങ്ങൾ പറയുന്നവരെ എനിക്കറിയത്തില്ലല്ലോ. ചത്താലും ഞങ്ങള് കണ്ട പറഞ്ഞവർക്കെല്ലാം അറിയാം. ചത്താലും ഞങ്ങൾ മറക്കത്തില്ല. I won't forget even if I die. അതുകൊണ്ട് ശേഷിയോടെ പറയാ, Let me say again. ഇന്ന് നീ എന്നോട് കൂടെ Oh, you are with me this day in paradise. പരദീസയിൽ ഇരിക്കും. In paradise, the അത് Lord is saying. എനിക്കൊന്ന് അനുഭവിച്ചറിയാം. I want to know such ക്ഷമ forgiveness. ചോദിക്കുന്നവനെ Oh, to the one who asks for കൂടെ forgiveness. കൊണ്ടുപോകുന്ന സ്നേഹം, The love that grabs him by അതിന് കൊടുക്കേണ്ട വില എനിക്ക് അനുഭവിച്ചറിയണം. I want to know the price that is paid for that. Praise the Lord. Hallelujah. ശരീരം വേദന കൊണ്ട് നിറയുമ്പോൾ, As his body is suffering in pain. കയ്പ് കാടി കുടിക്കേണ്ടി വരുമ്പോൾ, Oh, when he is drinking the vinegar. ചിന്തിക്കാൻ പറ്റാത്തതുപോലെ തലച്ചോറ് തുളച്ചിറങ്ങുന്ന മുൾക്കിരീടം തലയിലുള്ളപ്പോൾ, The crown of thorns is piercing his head. കൈയും കാലും ചലിക്കാൻ പറ്റാതെ ആണികൾ കൊണ്ട് ചേർത്തടിക്കുമ്പോൾ, Hands and feet are pierced with nails. എന്നെ ഒറ്റിക്കൊടുത്തവരെയും, Oh, to the one that gave me up. എന്നെ ഒറ്റപ്പെടുത്തിയവരെയും, The one that isolated എന്നെ me. വിട്ട് ഓടിപ്പോയവരെയും The one that ran away from me. താഴെ കാണുമ്പോൾ When I see them on the floor, അവരുടെ ഭാവി ഓർത്ത് വ്യാകുലപ്പെടുന്ന ഒരു ഹൃദയം എനിക്ക് വേണം. I need a heart that is remembering their യെരൂശലേം future. പുത്രിമാരെ നിങ്ങൾ കരയണം. Oh, daughters of Jerusalem, you need to നിങ്ങളുടെ cry. തലമുറയ്ക്ക് വേണ്ടി Cry കരയണം. for your children. എന്റെ ക്രൂശ് മാറാൻ വേണ്ടി അല്ല കരയേണ്ടത്. Don't cry for my cross to be എന്റെ moved. മുൾക്കിരീടം മാറാനല്ല കരയേണ്ടത്. Not for the crown to be removed from my എന്റെ ആണി head. മാറിപ്പോകാനല്ല. Not for my nails to be ഇത് moved. എനിക്ക് അനുഭവിക്കണം. I need to know this type of love. കൈയും കാലും അനക്കാൻ പറ്റാതെ കിടക്കുമ്പോഴും, When my hands and feet can't be ഭാവി moved. എന്തെന്നറിയാതെ ചിന്തകൾ പുകഞ്ഞിരിക്കുമ്പോഴും, When my future is in doubt. ചങ്ക് കുത്തിത്തുളയുന്ന വേദനയുള്ളപ്പോഴും, When the pain is so much in my heart. മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ വേദന എനിക്ക് അനുഭവിച്ചറിയണം. I want to know the pain that prays for the future of other children. താഴെ നിൽക്കുന്ന യോഹന്നാനെ കാണുന്നു. Oh, if you look at John. യേശു അമ്മയായ മറിയെ കാണുന്നു. Oh, he sees Mary. എന്റെ തകർച്ചയിലും എന്റെ വേദനയിലും, Oh, in my pain, in my suffering. എനിക്ക് ജന്മം തന്നവരെയും, Oh, the people that were in my എനിക്കൊരു നേരത്തെ ആഹാരം തന്നവരെയും, people who gave me food. മറന്നു കളയാത്ത ഹൃദയത്തിന്റെ സ്നേഹം അത് വേദനയിൽ അനുഭവിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയണോ. I want to know how in the midst of the suffering he could not forget his very own people who fed him. ഇന്ന് പകൽക്കാലം നമുക്കത് തിരിച്ചറിയണം. We need to know that this morning. യേശുവിന്റെ കഷ്ടങ്ങളുടെ കൂട്ടായ്മ എനിക്ക് I അനുഭവിച്ചറിയണം. want to be in the fellowship of the sufferings of നിങ്ങൾ Christ. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? What are you praying for? പത്രോസിനെ പോലെ ക്രൂശ് മാറാൻ വേണ്ടിയാണോ? Are you praying like Peter to move the cross? യേശുവിനെ മാറ്റി കൊണ്ടുപോയിട്ട് പത്രോസ് പറയുന്നു, Oh, Peter is taken and the Lord is saying, നിനക്ക് അങ്ങനെ ഭവിക്കരുത്. let this not happen to you. യേശു അവനിലുള്ള ഭൂതത്തെ സാത്താനെ ശാസിക്കുന്നു. Oh, the Lord is rebuking the Satan in him. പക്ഷെ എന്നിട്ടും ആ പിശാച് പോയില്ല. Oh, and then still the Satan was not എന്താ removed. ഗെത്സമനയിൽ നടന്നത്? What happened in Gethsemane? ഒരു വാളെടുത്തിട്ട് Oh, he took a sword. പത്രോസും മൽക്കോസിന്റെ വലതുകാത് അറുത്തു മാറ്റുന്നു. Oh, Peter is cutting open the ear. എന്താ പത്രോസ് വിചാരിച്ചത്? What did Peter think? ഞാൻ ഒരു ചെവി മുറിച്ചാൽ ക്രൂശ് മാറുമെന്നാ. If I cut off the ear of the soldier, the cross would move നമ്മൾ away. പലപ്പോഴും പലതും തട്ടിമാറ്റാനാണ് ശ്രമിക്കുന്നത്. We are trying to rectify or move certain things. ഞാനും നിങ്ങളും അനുഭവിക്കേണ്ട കഷ്ടതയാണെങ്കിൽ, If this is a suffering that we need to endure, അതിനെ പ്രാർത്ഥിച്ചു മാറ്റാൻ ശ്രമിക്കരുത്. don't try to pray it and move it. മനസ്സിലാകത്തില്ലെന്ന് എനിക്കറിയാം. I don't know if you understand. അതിൽ കൂടെ പോയി പുറത്തു വരുന്നത് ആ ദൈവത്തിന്റെ The പദ്ധതിയെങ്കിൽ, plan of God is for you to go through that and come out refined. പത്രോസ് അന്ന് വെട്ടിയപ്പോൾ Oh, when Peter had cut the ear. കൂടെയുള്ള 12 പേരും ഓരോ ഹല്ലേലൂയയുടെ തല അറുത്തെങ്കിൽ, Oh, if all of the people had cut a head off, all the disciples. യേശുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, If in Jesus' words. 12 ലെഗിയോനിലധികം 70,000-ഓളം ദൂതന്മാർ ഇറങ്ങി വന്നിരുന്നെങ്കിൽ, Oh, if there were more than the legions, angels coming down. അവരെല്ലാം അവിടെ ഉള്ളതെല്ലാം തട്ടിമാറ്റിയിരുന്നെങ്കിൽ, If they had moved the circumstances, ഉയർപ്പ് ചരിത്രത്തിൽ ഉണ്ടാകുമായിരുന്നു. will there be a resurrection in history? എനിക്കും നിങ്ങൾക്ക് ഒരു ജീവന്റെ പുതുക്കം ഉണ്ടാകുമായിരുന്നു. Will we have had the newness of life? ഇന്ന് പകൽക്കാലം ക്രൂശ് നിങ്ങൾക്ക് ദൈവം അനുവദിച്ചതാണെങ്കിൽ, If the cross is what the Lord has അത് decided for you, അനുഭവിച്ച് അതിൽ കൂടി പുറത്തു വരണം. you need to go through it and come out refined. അവിടെ ദൈവശക്തി വ്യാപരിക്കുന്നത്. That is where the power of the Lord is പൗലോസ് manifest. പറയുന്നത് എനിക്ക് ഈ കഷ്ടത അനുഭവിച്ചു തന്നെ അറിയണം. Oh, I want to know what the Lord experienced. എത്ര പേര് ഇന്ന് പകൽക്കാലം How പ്രാർത്ഥിക്കും? many of you are praying this morning? സ്വർഗരാജ്യത്തിന് ഞാൻ ഓഹരിക്കാരനായി മാറണമെങ്കിൽ,
I want to inherit the kingdom of God. നിത്യജീവന് ഞാൻ ഉടമയായി മാറണമെങ്കിൽ, An eternal life I want to inherit. ഇല്ലായ്മയുടെ സുഖം എനിക്കറിയണം. I need to know what it is to suffer. വേദനയുടെ സുഖം എനിക്കറിയണം. I need to know pain. കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ നേരോടെ നിൽക്കുന്നതിന് സഹിക്കുന്ന ഈ ആക്ഷേപം എന്താണെന്ന് എനിക്കറിയണം. I need to know what it is to suffer ridicule for the Lord. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം അനുഭവിക്കേണ്ടി വന്നാൽ ലജ്ജിക്കാതെ നിൽപ്പാൻ എന്നെ പഠിപ്പിക്കണം. Oh, to be a Christian, if I need to suffer shame, then I need to know it. ഞാൻ വാക്കുകളോട് അവസാനിപ്പിക്കാം. I am closing my word. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. Everyone pray. ഒരു പുതിയ കാഴ്ചപ്പാട് നമ്മൾ പ്രാപിക്കണം. Let us receive a new vision. ഒരു കഷ്ടത വരുമ്പോൾ നിലവിളിച്ച് ബഹളം ഉണ്ടാക്കരുത് കേട്ടോ. Oh, when you receive a suffering, don't cry and scream. നമ്മളെ അതിനു വേണ്ടി വിളിച്ചതൊന്നുമല്ല. We are not called for that. എനിക്കൊരു വലിയ ധൈര്യമുണ്ട്. I have a great assurance. എന്റെ വീട്ടിൽ ചോദിച്ചാൽ എന്നെ കുറിച്ചുള്ള ഏറ്റവും വലിയ കംപ്ലൈന്റ്, The greatest complaint in my home, എന്തോ പറ്റിയാലും ഞാൻ കരയാറില്ല. I do not cry no matter what. ആകെ ഞാൻ ഈ അടുത്ത കാലത്ത് കരഞ്ഞത്, I started crying recently. കഴിഞ്ഞ ദിവസം ചിക്കുവിന്റെ ഫ്യൂണറൽ സർവീസ് ഞാൻ കണ്ടായിരുന്നു. I saw Chiku's funeral service. രേഷ്മ എന്നോട് ചോദിച്ചു, കരയാൻ തുടങ്ങിയെന്ന് ചോദിച്ചു. She asked me, did you start കാരണം crying? ഞാൻ കരയാറില്ല, ആര് ചത്താലും ഞാൻ കരയാറില്ല. I never cry when someone dies. ഞാൻ ചത്താലും കരയാറില്ല. ഞാൻ I don't even cry if I die. എന്തിനാ ചിക്കു ചത്തപ്പോ കരഞ്ഞെന്നറിയാവോ? Do you know why I cried when Chiku funeral? ആ സിസ്റ്റർ ഒരു സാക്ഷ്യം പറഞ്ഞു. The sisters gave a testimony. മരിക്കുന്നതിന് മുമ്പ് അനിയനെ കർത്താവിന്റെ വേലയും Before he died, he had separated his brother for the ministry എന്നെ കുടുംബത്തിന്റെ കാര്യം ഏൽപ്പിച്ചു and gave me the ministry of taking care of the family. 26 വയസ്സിനുള്ളിൽ ചെയ്യാവുന്നെല്ലാം ചെയ്തിട്ടാണ് കുഞ്ഞു കടന്നു പോയത്. 26 years of age, and he did everything he could do on the earth before he went. അത് കേട്ടപ്പോ ഈ 44ാമത്തെ വയസ്സിൽ എനിക്ക് ഇങ്ങനെ ഒരു ബോധമില്ലെന്ന് ഓർത്ത് ഞാൻ കരഞ്ഞു പോയത്. At 44 years, if I didn't have such wisdom, I cried. എന്റെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടം ഉണ്ടായിട്ടുണ്ട്. I had great suffering in my life. ഞാൻ അന്നും പ്രസംഗിച്ചിട്ടേ ഉള്ളൂ. I have been preaching then. എന്റെ ശവസംസ്കാരത്തിലും എനിക്ക് തന്നെ പ്രസംഗിക്കണം എനിക്ക് ആഗ്രഹം. I want to preach even at my funeral, I think. കാരണം അത്രയ്ക്കൊരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ട്. I have that great desire to preach. എന്റെ ജീവിതത്തിലുണ്ടായ എല്ലാ കഷ്ടങ്ങളിലും നന്മകളിലും വചനം പറയാൻ എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. He had given me the grace to preach the word in all the situations. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ. This is what I'm saying. നമ്മുടെ കൂടെ ഉള്ള ഒരാൾ മരിച്ചു പോയാൽ, if someone that is with us dies, അതിനൊരു സ്തോത്രം പറയണം. you need to say praise the Lord. ഇതൊന്നും നമ്മുടെ ആയുസ് കളയാനുള്ള പരിപാടിയല്ല. Oh, this is not to cut short our life. പ്രത്യാശയുള്ളവരാണ്. We have hope. പൗലോസ് പറയുന്നു, എനിക്ക് കഷ്ടത്തിന്റെ സുഖം ഒന്ന് അറിയണമെന്ന്. I need to know the fellowship of the suffering. ദൈവമക്കളെ, ഇന്ന് രാവിലെ നമ്മൾ അത് അനുഭവിച്ചറിയണം. Children of God, we need to experience it this morning. വീതിയിൽ നിലവിളി കേൾപ്പിക്കുവാനുള്ളതല്ലായിരുന്നു യേശുവിന്റെ ദൗത്യം. Oh, it is not to cry. അല്ല, it is not necessary to hear an outcry in the street. That was not the assignment of Jesus Christ. യേശുവിന്റെ ഈ ഭൂമിയിലെ ദൗത്യം ഭൂമിയിൽ ഒരു നിലവിളി കേൾപ്പിക്കുവാനല്ല. Jesus' job was not to make the people in the street cry. ഒരു ജയഭേരി മുഴക്കാനായിരുന്നു. But in order to have victory. മരണത്തെ വെല്ലുവിളിക്കുവാൻ. To have victory over death. പാതാളത്തെ വെല്ലുവിളിക്കുവാൻ. To victory over Hades. നിങ്ങളുടെ രോഗത്തെ നോക്കി നിങ്ങൾ വിളിച്ചു പറയണം. Look at your sickness and call it out. കുറേ നാളായാലും എന്റെ കൂടെ കൂടിയിട്ട്. You have been with me a long time. ആരാ തോറ്റത്? രോഗം നീ തോറ്റു. Sickness you have lost. മരിച്ചാൽ ഞാൻ സ്വർഗ്ഗത്തിൽ പോകും. Oh, if I die, I will go to heaven. ജീവിച്ചാൽ ഇനി ഞാൻ ഇതിലധികം പാട്ട് പാടും. And if I live, I will sing for him more. പകൽക്കാലം അതിനെ വെല്ലുവിളിക്കാൻ പറ്റുമോ? Oh, can you call that battle cry to the sickness? ഒരു വേർപാടുണ്ടാകുമ്പോൾ, when there is a separation or death, ആരുടെയെങ്കിലും മരണം നടക്കുമ്പോൾ, when there is a death in the family, ഭാര്യയോ ഭർത്താവോ അപ്പനോ അമ്മയോ മക്കളോ മരുമക്കളോ കൊച്ചുമക്കളോ ആരും ആകട്ടെ, no matter who it is, നിങ്ങൾക്ക് പറയാൻ പറ്റണം, can you say, അല്ലല്ലോ, ഒരുവനെ കൂടെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാനല്ലാതെ, another person to heaven, യേശുവിനോട് ചേർക്കാനല്ലാതെ to join Jesus, ഒരു മരണത്തിനും കഴിയത്തില്ല. death has no other power. പ്രത്യാശയുള്ളവർക്കായി സ്തോത്രം. Those who have that hope, praise the Lord. ഞാൻ പറഞ്ഞത് കരയണ്ടെന്നോ ദുഃഖിക്കണ്ടെന്നോ അല്ല ഈ പറഞ്ഞു വരുന്നത്. I'm not saying it's not crying. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. Oh, don't lose hope in the blessed hope. പൗലോസിനോട് ചേർന്ന് പറഞ്ഞാട്ടെ, let us say with Paul, എനിക്കറിയണം, I need to know, അനുഭവിച്ചറിയണം, I want to experience യേശുവിന്റെ കഷ്ടങ്ങളുടെ കൂട്ടായ്മ, the fellowship of the suffering of Christ. എല്ലാവരും ദിവസം എഴുന്നേറ്റ് നിന്നാട്ടെ. Hallelujah. ഒരു പ്രതിഷ്ഠ ഇന്ന് രാവിലെ എടുത്താട്ടെ. Let us go with a new decision. This morning I'm not going to pray, thank you Minu, I'm not going to pray for any healing or deliverance. നിങ്ങൾക്കുള്ള വിടുതലെല്ലാം ദൈവം തരും. ദൈവം എന്നെ പഠിപ്പിച്ച ഏറ്റവും വലിയൊരു വചനപാഠമുണ്ട്. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കത്തിൽ. എന്തെങ്കിലും മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എനിക്കുള്ളതല്ലെന്ന് എനിക്കറിയാം. സ്തോത്രം. ദൈവം എന്തെങ്കിലും മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇയ്യോബിനെ പോലെ പറയണം, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരയ്ക്കുന്നതും ദാവീദ് കണ്ടിട്ടില്ല. കാരണം ദാവീദ് ഒത്തിരി കാര്യങ്ങൾ കണ്ടവനാണ്. ഹല്ലേലൂയ. അപ്പനും അമ്മയും ഒറ്റപ്പെടുന്നതും സഹോദരന്മാർ കോപിക്കുന്നതും കുന്തമെറിയുന്നതും ഒക്കെ കണ്ടതാ. സിംഹാസനങ്ങൾ മാറിപ്പോയതും അഭിഷേകം ലഭിച്ചിട്ടും രാജാവായി ഇരിക്കുവാൻ നിവൃത്തിയില്ലാതെ മരുഭൂമിയിൽ കൂടി ഓടുന്നതൊക്കെ കണ്ട അനുഭവങ്ങളാണ്. പക്ഷെ അതിൻ്റെ നടുവിൽ ഒരു കാര്യം കണ്ടു. കുരുടന്മാരും മുടന്തന്മാരും മാത്രം 400 പേർ കൂടെ ഉള്ളപ്പോഴും ഒരു നേരത്തെ ആഹാരം പോലും മുട്ടിക്കാതെ ദൈവം നടത്തിയ വഴികൾ.
ആർക്കും കൊടുക്കുവാൻ കഴിയാത്ത കാഴ്ചയപ്പം പുരോഹിതന്മാർ മാത്രം കഴിക്കുന്നതും കൈനീട്ടി ഭക്ഷിക്കത്തക്കവണ്ണം ദൈവം വഴി തുറന്നത്. റീബാന ഹസ്തുര. ഒരു വശത്ത് ശിമയി ശപിക്കുമ്പോൾ മറുവശത്ത് ശേബ 200 അപ്പവുമായി കടന്നു വരുന്നത് ഒക്കെ കണ്ടിട്ടുള്ളത് കൊണ്ടാ ദാവീദ് പറയുന്നത് നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി. ഇന്ന് രാവിലെ ദൈവദാസന അധികാരത്തിൽ ഞാൻ ആത്മാവിൽ പറയുന്നു, കർത്താവിന്റെ ദാസനെ, കർത്താവിന്റെ ദാസിയെ, നിന്റെ തലമുറ അപ്പം ഇരയ്ക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ കുടുംബത്തിൽ തുണയില്ലാതിരിക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. എത്ര പേര് വിശ്വസിക്കുന്നു? ഇന്ന് പകൽ ഒരു പ്രതിഷ്ഠ എടുത്താട്ട് ഏത് കഷ്ടം വന്നാലും എന്തിനെന്ന് ചോദിക്കാതെ എല്ലാം നന്മയ്ക്കായി ഞങ്ങൾ തിരിച്ചറിയും. എത്ര പേർക്ക് ധൈര്യമുണ്ട്? ഏത് വേദനയിലും ചുമ്മാ അത് എക്സാജറേറ്റ് ചെയ്യരുത്. നിങ്ങളുടെ കട്ടത പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കരുത്. ഒരു സ്തോത്രം പറഞ്ഞാട്ട് ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ. ചേർന്ന് പാടാ, കരങ്ങളെ അടിച്ച്. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, എന്നേശുവൻ കൂടെയുണ്ട്. ഓ എന്നെ കൈവിടാത്തവൻ, എന്നേശുവൻ കൂടെയുണ്ട്. ഓ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. ഓ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. ഓ എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയും. ചേർന്ന് പാടാ. ഓ എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, ഹല്ലേലൂയ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. രീതിയിൽ കരുതുന്നവൻ, ഓ ഭാരങ്ങൾ വഹിക്കുന്നവൻ, ഓ എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, എന്നേശുവൻ കൂടെയുണ്ട്. ഹല്ലേലൂയ. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. ഓ പരീക്ഷ എന്നെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്നെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. ഓ എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു. എന്തിനെന്നും ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. ഓ എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഓ എന്തിനെന്നു ചോദിക്കില്ല. ഹൃദയത്തിൽ നിന്ന് പാടിക്കാട്ട്. എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. ഓ എന്തിനെന്നു ചോദിക്കില്ല ഞാൻ. കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളിൽ നടന്നതൊക്കെ നന്മയ്ക്ക്. ഓ എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എനിക്ക് എന്റെ യേശുവിനെ അറിയണം. അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയണം. അവന്റെ മരണത്തോട് എനിക്ക് അനുരൂപപ്പെടണം. അവിടുത്തെ കഷ്ടങ്ങളുടെ കൂട്ടായ്മ എനിക്ക് അനുഭവിച്ചറിയണം. ഇങ്ങനെ വല്ല വിധേനയും എനിക്കൊരു നല്ല പുനരുത്ഥാനം വേണം. അതിനുവേണ്ടി എന്തും വെറുക്കാനും ചെറുക്കാനും, എന്തിനേയും മറക്കാനും പൊറുക്കാനും, ആരോട് ക്ഷമ ചോദിക്കുവാനും, ഏത് നല്ലതിനെ സ്വീകരിപ്പാനും ഇന്ന് പകൽ നമ്മെ ഒന്ന് സമർപ്പിക്കാം. ഒരു കമ്മിറ്റ്മെന്റ്, മരണപ്രതിഷ്ഠ പോലെ സുവിശേഷത്തിന് വേണ്ടി എന്തുമായി തീരുവാൻ, ദൈവവേലയ്ക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ. പ്രായമൊന്നും വിഷയമല്ല. റീബാന ഹദുനഗസ്യാരകന. ഇന്ന് പകൽ ഒരു സമർപ്പണത്തോടെ വേണം മടങ്ങിപ്പോകുവാൻ. ദൈവം നിങ്ങളെ ധാരാളമായി സഹായിക്കട്ടെ. ഈ ആഴ്ച നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് നിങ്ങളെ